ശ്രീ വിശ്വനാഥ്, അത് വസ്തുതയാണ്. കാരണം അങ്ങനെ ഒരു ആക്ഷൻ അവർ എടുത്തു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. മറ്റെന്തൊക്കെ കുറവുകളെ കുറിച്ച് പറഞ്ഞാലും ഞാൻ രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, അദ്ദേഹം ഈ ചർച്ചയിൽ ആവർത്തിച്ചുപയോഗിച്ച ചില വാക്കുകളുണ്ട്. അദ്ദേഹത്തോടുള്ള എല്ലാ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ വ്യത്യസ്തത, ഇടതുപക്ഷം വ്യത്യസ്തമാണ്. അതിന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 2, സുതാര്യത. 3, ബൂർഷാ സമൂഹം. 4, വൻകിട മാധ്യമങ്ങൾ. 1, 2, 3, 4 പറയാം. 1, വ്യത്യസ്തത. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പത്രസമ്മേളനം നടത്തി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഇ പി ജയരാജൻ ഒരു തെറ്റ് ചെയ്തു, അദ്ദേഹം സമ്മതിച്ചു, അതുകൊണ്ട് രാജിവെക്കുകയാണ്. ഇതേ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഇതുപോലെ ഒരു പത്രസമ്മേളനം നടത്തി തിരുവനന്തപുരത്ത് AKI സെന്ററിൽ മാധ്യമങ്ങളോട് പറഞ്ഞു, ശ്രീ ഇ പി ജയരാജൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പാർട്ടി തീരുമാനിച്ച നയങ്ങൾക്ക് വ്യത്യസ്തമായി കളങ്കിതരായ ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി, സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്നും. അതൊരു വീഴ്ചയാണ്, പണം തിരിച്ചു കൊടുക്കും, അങ്ങനെ ചെയ്ത ആൾക്കെതിരെ നടപടി ഉണ്ടാകും. അദ്ദേഹത്തെ ദേശാഭിമാനിയിൽ നിന്ന് മാറ്റി നിർത്തി. ശ്രീ കുഞ്ഞിക്കണ്ണൻ വസ്തുതാപരമായ പിശകുണ്ടെങ്കിൽ തിരുത്താം. അപ്പോ അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇതേ ജയരാജൻ വീണ്ടും ദേശാഭിമാനിയിൽ തിരിച്ചു വന്നു. മന്ത്രിസഭയില് രണ്ടാമത്തെ വലിയ കക്ഷി CPI ആണ്. 2ാം സ്ഥാനം കൊടുക്കേണ്ടത് CPIയുടെ ആൾക്കാണ്. 2ാമത്തെ കാറും 2ാമത്തെ സീറ്റും ഒക്കെ. 2ാം സ്ഥാനക്കാരനായി പിണറായി വിജയന്റെ തൊട്ടടുത്ത് പണ്ട് പ്രകാശ് കാരാട്ട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അതേ ജയരാജൻ തന്നെ വന്നു. എന്ത് വ്യത്യസ്തതയാ ഈ പാർട്ടിക്കുള്ളതൊന്ന് പറഞ്ഞുതരാമോ? എന്ത് വ്യത്യസ്തതയാ ഈ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ വ്യത്യസ്തത പറയും? 1. 2, സുതാര്യത. അതേ ഇപ്പോൾ അവസാനം പറഞ്ഞ മെത്രാങ്കായല്, ഹോപ്പ് ഫൗണ്ടേഷൻ, മന്ത്രിസഭയുടെ അവസാന കാലത്തെ തീരുമാനങ്ങൾ, അതാകെ അഴിമതിയായിരുന്നു എന്ന് പ്രചരണം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പിന്നെ ചില ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് ഗവൺമെന്റ് ആ തീരുമാനം റദ്ദാക്കി. പക്ഷെ അതില് മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു മന്ത്രിസഭ ഉപസമിതി വെച്ചു. ശ്രീ NP ചേക്കുട്ടി ഇവിടെ സൂചിപ്പിച്ചല്ലോ, നിങ്ങൾ ഒരുപാട് പുകമറ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞ്, ഞാനത് പുകം പറയണോ നല്ല കാര്യം, കാരണം ഞാനും ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ നമ്മുടെ ഒരു വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് VB ബിനു ഈ ഗവൺമെന്റിനോട് പിന്നെ ഒരു വിവരാവകാശ നിയമം പ്രകാരം ഒരു ചോദ്യം ചോദിച്ചു. ഈ ഗവൺമെന്റിന്റെ മന്ത്രിസഭാ തീരുമാനങ്ങളുടെ പകർപ്പല്ല ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ അവസാന കാലത്തെ അവസാന ക്യാബിനറ്റിന്റെ തീരുമാനങ്ങളുടെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകണം. നിങ്ങളുടേതല്ല, അത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ അഴിമതിയാണെന്ന് ഇപ്പോഴും ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞ ആ ഉത്തരവ് എന്തുകൊണ്ട് ആ വിവരാവകാശ പ്രവർത്തകന് കൊടുത്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? നിങ്ങൾ നടത്തിയ അന്വേഷണം ഉണ്ടല്ലോ, ക്യാബിനറ്റ് സബ് കമ്മിറ്റി, ആ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? സുതാര്യത എന്ന ഒരു വാക്ക് ഉച്ചരിക്കാൻ ക്യാബിനറ്റ് തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ജനങ്ങൾക്ക് കൊടുക്കില്ല എന്ന് തീരുമാനം എടുക്കുകയും ആ വിൻസെന്റ് എംപോളിന്റെ തീരുമാനത്തെ സർക്കാർ ചെലവിൽ ജനങ്ങളുടെ ഖജനാവിലെ പണം ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് നടത്തുകയും ചെയ്യുന്ന ഒരു സർക്കാരിന് എന്തു സുതാര്യതയാണ് അവകാശപ്പെടാൻ കഴിയുന്നത്? പിന്നെ ഇപ്പൊ സമൂഹമാണ് കുഴപ്പം പറ്റിയെന്നാണ്. ഈ ബൂർഷ്വാ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ടുണ്ടായ കുഴപ്പമല്ല. ഇപ്പൊ സമൂഹം വല്ല തെറ്റും ചെയ്തിട്ടാണോ നിങ്ങൾ ബന്ധുക്കളെ നിയമിച്ചത്? ആണോ? വൻകിട മാധ്യമങ്ങൾ ഇവിടെ എന്താ ചെയ്ത്? ഇപ്പൊ ഇവിടെ വൻകിട മാധ്യമങ്ങളും സമൂഹമൊന്നുമല്ല, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പുകമറ, ഒരു അഴിമതി വിരുദ്ധതയുടെ മുഖം മൂടി ഈ ദിവസം കൊണ്ട് അഴിഞ്ഞു വീണു. അതിനിപ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മാധ്യമങ്ങളും ബൂർഷ്വാ സമൂഹവും ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല.